ആവേ മരിയ, പരിശുദ്ധ അമ്മ മരിക്കുന്നവർക്ക് സങ്കേതം എന്നുള്ള വണക്കമാസ ചിന്തയിലാണ് ഇന്ന് വണക്കമാസ വായനകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ ഒരു സഭയുടെ പാരമ്പര്യവും പ്രാർത്ഥനയുടെ പാരമ്പര്യവുമൊക്കെ നമുക്കുള്ളതാണ്. ഈ മരണസമയത്തും നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഒരു പ്രിവിലേജ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനയിൽ മാതാവ് ഈ ഒരു പ്രിവിലേജിനെ, അതായത് ഏത് സമയത്തും മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാനായിട്ടുള്ള സ്വർഗീയ അധികാരത്തിനോടൊപ്പം മരണസമയത്തും ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് സാധിക്കും എന്ന് മാതാവ് ഇവിടെ സാക്ഷ്യങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട്. ഇവിടെ ഒരാഴ്ച വരുന്ന സാക്ഷ്യങ്ങളിൽ എങ്ങനെ പോയാലും ഒരു 4, 5, 6 അല്ല അതിനേക്കാളും ഉപരി സാക്ഷ്യങ്ങളെല്ലാം പറയുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അതായത് വെന്റിലേറ്ററിൻ്റെ അവസാന സമയത്ത് ഡോക്ടർമാർ പോലും ഇനി 1% പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞെടുത്ത് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുവെന്നും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചുവെന്നും അതിനുശേഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനൂപിൻ്റെ സാക്ഷ്യവുമെല്ലാം ഇതുമായിട്ട് ചേർത്ത് വായിക്കുന്നുള്ളതാണ്. കഴിഞ്ഞൊരു പ്രാവശ്യം മുംബൈയിൽ നിന്ന് ഒരു 19 പേര് അവർ മുംബൈയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഒരു ഇംഗ്ലീഷ് സാക്ഷ്യമാണത്. അപ്പോൾ അവരെത്തിച്ചേർന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹം മരണാസന്ന നിലയിൽ ഇതുപോലെ തന്നെ 24 hours പറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം ഇവർ അത്യാവശ്യം കുടുംബത്തിൽ എല്ലാവരും ഉള്ള ഒരു സഹോദരി സിസ്റ്ററാണ്. അപ്പം സിസ്റ്റർ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ കാരണം ഏകദേശം 24 മണിക്കൂർ പറയുമ്പോൾ ഏറ്റവും അടുത്തുള്ള ബന്ധുമിത്രാദികളെല്ലാം ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ തടിച്ചു കൂടുന്നത് നമ്മൾ അറിയാവുന്ന, കാരണം ഇനി അവസാനം ഒരു നോക്ക് കാണാനായിട്ട് പറ്റുവാൻ വേണ്ടി എല്ലാവരും വന്ന് നിൽക്കുക. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. വിദേശത്തുള്ളവരൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഏകദേശം വരാനായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ ICU ഡ്യൂട്ടിക്ക് നിൽക്കുന്നൊരു നേഴ്സ്, പുള്ളിക്കാരത്തി ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണ വെപ്രാളം കണ്ടിട്ട് ഇദ്ദേഹത്തിനോട് ഇംഗ്ലീഷിൽ, കാരണം ബോംബെയിലാണ്, ഇംഗ്ലീഷിൽ പറയും, ഞാനൊരു കാശ് രൂപം കയ്യിൽ തരാം, ചേട്ടന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചേട്ടൻ ഇത് മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും പുറത്തുള്ള പുള്ളിക്കാരൻ്റെ കന്യാസ്ത്രീ ആയിട്ടുള്ള സിസ്റ്ററിനെ കൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ആരാധന കൂടണം, മാതാവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മാതാവ് ഇടപെടുന്നത് കൂടുതൽ എന്ന് പറഞ്ഞു കൊടുക്കും. അത്രയും പറയാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പുറത്തിരുന്നവർ ഈ പ്രാർത്ഥനകളൊക്കെ യൂട്യൂബിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നൂതന സാങ്കേതിക വിദ്യകൾ കാലഘട്ടത്തിൻ്റെ അനുഗ്രഹമാണെന്നൊക്കെ പറയുമ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വായിച്ചെടുക്കുമ്പം നമുക്കത് മനസ്സിലാവും. അവരവിടെ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഒരു ദൈവികമായ അനുഗ്രഹപ്രദാനം നമുക്ക് പെട്ടെന്ന് ഒരാളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന കൊണ്ട് പറ്റണം. ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം, അല്ലാത്തൊരു സാക്ഷ്യം നോക്കണം. അപ്പം ഇംഗ്ലീഷിലെ സാക്ഷ്യങ്ങൾ മാത്രം, കാരണം അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതെല്ലാം, പക്ഷേ മലയാളം അറിയാവുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം അവിടുന്ന് പോസിറ്റീവ് റെസ്പോൺസുകളാണ് കേൾക്കുന്നത്. ഇത് കാർഡിയാക്ക് ഇത് ചെയ്ത് തുടങ്ങുന്നു, റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നു, മരുന്നിന് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ ഓരോ മണിക്കൂറുകൾക്ക് ശേഷം പോസിറ്റീവ് റെസ്പോൺസുകൾ കൊടുക്കുക. അപ്പോൾ ലോജിക്കലി ഇറ്റ് കണക്ട്സ്. കാരണം അതിനെടുക്കുന്നതിന് ശേഷം ഇത്രയും നാൾ ഹോപ്പ്ലെസ് ആയിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു നാമ്പ് ഇങ്ങനെ പൊട്ടി വിടരുന്നത് പോലെ ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ നിന്ന് പരിചയമുള്ള ഒരാൾ അവിടെ എത്തിച്ചേരുന്നു, നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നു, ഇവർ പ്രാർത്ഥിക്കുന്നു. പതുക്കെ ആ വ്യക്തിക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നു, ഇത് ഈ മരണത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് എന്നുള്ളൊരു ബോധ്യം കിട്ടിയിട്ട് അവർ ഫസ്റ്റ് ട്രിപ്പ് അവരെല്ലാവരും കൂടെ 19 പേര് ഓടി ഇവിടെ വന്നു. ഇവിടെ ഭാഷയുടെ പ്രശ്നം ഉണ്ടായിട്ട് അവർ ഉടമ്പടിയുടെ കാര്യങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റർമാരോട് ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞിട്ടാണ് ഈ പോയത്. കാരണം അത് നമ്മൾ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ അനുഭവം ആയതുകൊണ്ട് ഇത് ഈ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അതിപ്പോൾ സാക്ഷ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം അത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നൊന്ന് തോണ്ടുന്നത് വരെ, ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ അപ്രോക്സിമേറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ഏകദേശം ഇങ്ങനെ കറങ്ങിടിച്ച് നടക്കണ, അല്ലെങ്കിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം തോന്നുന്ന ഒരു പ്രഹേളികയായിട്ടൊരു ട്രാൻസിലൊക്കെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് തോന്നത്തുള്ളൂ. ഇന്നത്തെ സാക്ഷ്യത്തിലും ഒരു രസകരമായിട്ട് ഇങ്ങനെ തന്നെയാണ് അവൻ പറയണത്.
ഞാൻ ഇവിടെ വരും, പക്ഷേ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സിനിമ കാണും, അമ്മ വരുമ്പോൾ തിരിച്ച് കയറിപ്പോവും, എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും. അപ്പം ഇങ്ങനൊരു ചിന്തയിൽ വന്ന് പിന്നീട് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയണം. അപ്പം ഈ മരണസമയത്ത് ഈ മാതാവ് ഒരുപാട് പേരെ ഈ അൾത്താരിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മതി, ഒരുപാട് പേരെ ഇവിടെ ആൾത്താരിൽ സാക്ഷ്യം പറയാൻ ഇടവരുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഉടമ്പടിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കറിയാം മാതാവിന് പെർമിഷൻ ഉണ്ട്, മാതാവിന് സ്വർഗം തന്നെ ഇങ്ങനെ ഒരു അധികാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത് ഈ ഉടമ്പടിയുടെ വരവിന് ശേഷമായതുകൊണ്ടാണ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പട്ടാളക്കാരൻ, നല്ല എക്യുപ്ഡ് ആയിട്ടൊരു പട്ടാളക്കാരൻ, എല്ലാ രീതിയിലും ഏത് ട്രെയിനിങ്ങും ഏത് സാഹചര്യത്തിലും നിൽക്കാൻ പറ്റിയൊരു പട്ടാളക്കാരൻ ഒരു യുദ്ധസമയത്ത് വീട്ടിൽ കുത്തിയിരുന്ന്, എന്നാൽ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് തൻ്റെ ജീവിത പങ്കാളിയുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളി പറയുകയാണെങ്കിൽ താങ്കൾ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ ഇവിടെ ആവശ്യമുള്ളതെല്ലാം ക്രമീകരിച്ച് തരാം, താങ്കൾ ഇവിടെ കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഇരുന്നാൽ മതി എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് അക്വയർ ചെയ്തിരിക്കുന്ന അറിവും അദ്ദേഹം അക്വയർ ചെയ്തിരിക്കുന്ന കഴിവും ശക്തിയുമെല്ലാം ഈ ഒരു വീട്ടിലിരുന്ന് കൊച്ചിനെ നോക്കാനും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതല്ല, അതിനേക്കാളും മുകളിലായിട്ടുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സാഹസികതയും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങും അതിനുള്ള പെർമിഷനും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു യുക്തിയെ മനസ്സിലാക്കുമ്പോൾ ഇത്രയും പരിശുദ്ധ അമ്മ, ഇത്രയും സാന്നിധ്യവും സാഹചര്യവും സാധ്യതകളുമുള്ള ഒരമ്മയെ നമ്മൾ ഒരു സാധാരണ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയൊരു കൂച്ചുവിലങ്ങിട്ട് അത്യാവശ്യം മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് മാതാവിൻ്റെ ആ ഒരു നൽകിയിരിക്കുന്ന ശക്തിയെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് മാതാവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനും തുടങ്ങി, മാതാവ് തിരിച്ച് ഇതിനെ ഓണർ ചെയ്യാനും തുടങ്ങി. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ മാതാവ് ഓണർ. അതുകൊണ്ടാണ് ഈ ഓൺലൈനിലും ലൈറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ വാതുക്കെ വന്ന് പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ അനുഭവങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വരുന്നവർ, മാതാവ് അത്രത്തോളം തൻ്റെ പ്രത്യക്ഷീകരണത്തെയും തൻ്റെ ഈ ഒരു സ്വർഗീയ അധികാരത്തെ ഓണർ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് മാതാവ് പ്രഖ്യാപിക്കുന്നതാണ് ഇവിടെ ഈ പറയുന്ന സാക്ഷ്യങ്ങളും. അല്ലാതെ ഇവിടെ വന്ന് ആളുകൾ പറയുന്ന സാക്ഷ്യങ്ങളും ഈ പ്രഖ്യാപനത്തെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മളൊരു വ്യക്തിയുടെ ഒരു അനന്ത സാധ്യതകളുണ്ടല്ലോ. ഒരു വ്യക്തി ഓണർ ചെയ്യപ്പെടുന്നത്, ആ വ്യക്തി ഒരു കുടുംബത്തിലെ ഗൃഹനാഥനായിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഒരു പക്ഷേ ഒരു സ്കൂളിൽ അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ ഒരു മുഖ്യ അധ്യാപകനായിരിക്കും, ആ വ്യക്തി ഒരു രാജ്യത്തിലെ സിറ്റിസൺ ആയിരിക്കും, ഒരു സഹോദരനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റോളുകൾ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നത് പോലെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയൊരു സ്വർഗീയ അധികാരമാണ് ഈ മരണസമയത്ത് നമുക്ക് കൂട്ടു നിൽക്കുക എന്ന് പറയുന്ന അധികാരം. അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലേക്ക് അത് രണ്ട് ചാൻസാണ്. ഒന്ന്, ഒരു ഭൗമികമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്വർഗോന്മുഖമായ ജീവിതത്തിൽ നമുക്ക് കൂട്ടുവരാം. അതിന് രണ്ടിനും നമുക്ക് ഇവിടെ അനുഭവങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഓർമ്മ ഇങ്ങനെയാണ്. അദ്ദേഹം ആ ഒരു വ്യക്തി ദുബായിലാണ്. അപ്പം അമ്മയുടെ വേർപാട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത മകളാണ്. അതായത് അത്ര അറ്റാച്ച്മെൻറ്റ്, അഫെക്ഷനേറ്റ് ആയിട്ടുള്ളൊരു മകൾ. അപ്പം അമ്മയുടെ ഏകദേശം ഒരു അവസാന സമയമായപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറി വരുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിക്കാരത്തി ഇങ്ങനെ സ്വാഭാവികമായിട്ടും മരിക്കാറായി എന്ന് കേട്ടപ്പോൾ പ്രാർത്ഥന കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പ്രാർത്ഥന കൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം ആ മകൾക്ക് അമ്മ രാത്രി കാണിക്കുന്ന സ്വപ്നം എന്ന് പറയണത്, മാതാവ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനെ എടുത്തിങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെ അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വപ്നമാണ് കാണിക്കുന്നത്. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ സാക്ഷ്യം പറയണത്, ഞാൻ ആ സ്വപ്നം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ തിരിച്ചു വന്ന് അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ചേതനയേറ്റ ശരീരം കാണുമ്പം ഒരു പക്ഷേ എനിക്ക് ഡിപ്രഷൻ പോലും അല്ലെങ്കിൽ അതിന് താഴെ പോലും ഞാൻ ഒരു ആത്മഹത്യക്ക് പോലും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇപ്പം മാതാവ് അത്രയും മുൻകൂട്ടി കണ്ടുകൊണ്ട്, പക്ഷെ മാതാവ് ഇത് സ്വപ്നം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സ്വർഗത്തിലാണ് ആയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പേടികളെപ്പോലും മാതാവ് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ്. ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വണക്കമാസ പ്രാർത്ഥനയും ധ്യാനവും നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്, നമ്മൾ ഈശോ മറിയ ഔസേപ്പെ ആത്മാവിന് തുണയായിരിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ
പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന ഈ ഒരു അധികാരത്തെ എപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും മത്തായി 7:7 പറയണത്. മാതാവിനോട് നമ്മുടെ മരണസമയത്ത് നമ്മളോടൊപ്പമായിരിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സമയത്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ഈ കാശുരൂപ എടുത്തുകൊണ്ട് പോയി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, കാശുരൂപ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു, അതും പിടിച്ചുകൊണ്ടാണ് ഓഫീസിൽ പോയി എന്നൊക്കെ പറയണത്. മാതാവെ കൂടെ വരണേ, അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണമേ. ഇങ്ങനൊരു സഞ്ചാര സ്വാതന്ത്ര്യം ഒരു ദൈവം മാതാവിന് നൽകിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഈ ഒരു മരണത്തെയും മരണനേരത്തെയും കുറിച്ചുള്ള ക്രിസ്ത്യൻ ആധ്യാത്മികത എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് അത് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ സമയമാണെന്നുള്ളതാണ്. ആകസ്മികമായിട്ടുള്ള ഇതിനല്ല, ഏത് സമയത്താണെങ്കിലും തയ്യാറായിട്ടിരിക്കണം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നന്മ മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. വേറെ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന. അപ്പോൾ അവസാനത്തെ സെൻറ്റൻസ് പ്രാർത്ഥിക്കുമ്പം എപ്പോഴും കുറച്ചും കൂടെ ഒന്ന് ആത്മാർത്ഥത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ലോകത്ത് നിന്ന് ഞാൻ വേർപിരിയുന്ന ആ നിമിഷം മാതാവിനെ കണ്ട് മാതാവിനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഏറ്റവും അവസാനം ഹണി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു 2 മാസം മുമ്പോടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അക്രൈസ്തവയായ ഒരു പെൺകുട്ടിയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു പക്ഷേ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യം, ആവർത്തിച്ച് കേൾക്കാൻ തോന്നുന്നൊരു സാക്ഷ്യമാണ് ഹണി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യം. പുള്ളിക്കാരത്തിൻ്റെ അമ്മുമ്മയുടെ മരണത്തിനെക്കുറിച്ച് പുള്ളിക്കാരത്തി സൂചിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ പോലും ഒരു ക്രിസ്ത്യാനി പോലും പറയാത്ത രീതിയിലുള്ള ദൈവിക അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ നാളിക്കൊണ്ടൊരു അക്രൈസ്തവ ഒരു പെൺകുട്ടി ആരുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ബൈബിൾ വായിച്ച് പഠിച്ച് മാതാവിനെക്കുറിച്ച് അറിഞ്ഞു പറയുന്ന വലിയൊരു സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവസാനം പറയേണ്ടത് എൻ്റെ അമ്മുമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. അമ്മുമ്മ മരണശാസന നിലയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കൊടുത്ത് വെഞ്ചരിച്ച ഉടമ്പടിയുടെ വസ്തുക്കൾ കൊണ്ട് അമ്മയെ ആലേപനം ചെയ്തുവെന്നും അത് കൊടുത്തു എന്ന് പറയാം. എന്നിട്ട് പുള്ളിക്കാരത്തി പറയണം, അപ്പോൾ ചുറ്റും കൂടി നിൽക്കുവാണല്ലോ. അപ്പോൾ ചുറ്റും കൂടി നിന്നപ്പം ആ മാതാവേ എന്ന് വിളിച്ച് ഈ അമ്മ പ്രാർത്ഥിച്ച് മരിച്ചുപോയി എന്നുള്ളതാണ് സാക്ഷ്യം. അതായത് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളിലൂടെ മാതാവിൻ്റെ സാന്നിധ്യം ആ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളത് ഒരു പോയിൻ്റ്. രണ്ടാമത്തേത്, മരണസമയത്ത് അക്രൈസ്തവരായ ഒരാൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് മരിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയണത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു അധികാരം, ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്വർഗീയമായ അധികാരം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഏറെ പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും മാതാവ് സഞ്ചരിച്ചെത്താൻ, ഏത് അപകട സമയത്തും ഏത് ക്രിട്ടിക്കലായിട്ടുള്ള സമയത്തും മാതാവിന് ചെന്നെത്തി നമ്മളെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകാനോ തിരികെ ജീവിതത്തിലേക്ക്, ഈ ലോക ജീവിതത്തിലേക്കും നിത്യജീവിതത്തിലേക്കും കൊണ്ടുപോകാനായിട്ടുള്ളൊരു അധികാരം ദൈവം അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു വണക്കമാസ ചിന്തയിൽ ഓർത്തിരിക്കട്ടെ. അപ്പം പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിൽ എപ്പോഴും നമുക്കും നമ്മുടെ മരണസമയം അതറിയില്ലല്ലോ, ആകസ്മികമായിട്ട് ദൈവം നിശ്ചയിക്കുന്ന ആ സമയത്ത് പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് ഒരു യാത്രയായിട്ട്, അമ്മയോടൊപ്പം യാത്രയായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കണമേ എന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടച്ച് ഏറെ പ്രത്യേകിച്ച് സഞ്ചാരി മാതാവെന്നാണ് അമ്മയെ വിളിക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മളോടൊപ്പം ഏത് സമയത്തും സഞ്ചരിച്ചെത്തുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോട് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മരണസമയത്തും അമ്മയെ കണ്ടുകൊണ്ട്, അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്രയിലും വരും ലോക ജീവിതയാത്രയിലും ഞങ്ങൾ ഈ യാത്ര തുടരുവാനുള്ള വലിയ സ്വർഗീയമായ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഒരു യാത്ര ഞങ്ങൾക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്നും ആ ശക്തിയിൽ മരണത്തെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ സ്വീകരിച്ച് സ്വർഗത്തിൽ വീണ്ടും ജനിക്കുവാനുള്ള
വലിയ ഭാഗ്യം എളിയവരായ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകും. എങ്കിലും അങ്ങേ അനന്തമായ ദയമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ഈശോയെ. ഒന്നാം ദുഃഖകരമായ ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വീർത്തുവെന്ന് ധ്യാനിക്കുക. ഈ ഒന്നാം ദിവ്യരഹസ്യത്തിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി, കൃപാവര മാതാവിൻ്റെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. മിനി UK, കോട്ടയം. ഒളശ്ശയിലെ 5 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കൊച്ചുറശ്ശ മണ്ണഞ്ചേരി 27/5 മകളുടെ വിവാഹം മംഗളമാകണം. ബിജു CK ചന്ദ്രൂർ ശാരീരിക സൗഖ്യം, മകളുടെ എൻട്രൻസ് എക്സാം പാസ്സാകണം. സ്മിത കണ്ണൂർ ഭവനം, മാതാപിതാക്കളുടെ രോഗസൗഖ്യം, സ്കൂളിലെ കുട്ടികളും ടീച്ചർമാരെ അനുഗ്രഹിക്കണം. ബിജു CK ചന്ദ്രൂർ മകൾ അനീഷ് ട്രീന BSc നഴ്സിംഗ് 4th ഇയർ ബാംഗ്ലൂരിൽ നന്നായി പഠിക്കാനും പാസ്സാകാനുള്ള കൃപയ്ക്ക് വേണ്ടി. മിനി മോൾ ജാക്സൺ എറണാകുളം 30/5 വിവാഹ വാർഷികം ലഭിച്ചിട്ട് സന്തോഷവും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. എല്ലാ സന്തോഷത്തോട്
കൂടി ജീവിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടിയിട്ട്. മിനിമോൾ ജാക്സൺ എറണാകുളം, മൂത്ത മകൻ ഗസലിന് വിദേശ ജോലി, ഇളയ മകന് നല്ലൊരു ജോലി ലഭിക്കാൻ. സീന കൊല്ലം, മകൻ സിനോയി UK-യിൽ ബാൻഡ് 3 HCA വിജയം ലഭിക്കാൻ. ജെസ്സിന് UK-യിൽ പോകുന്നതിന് വേണ്ടിയിട്ട്. എൽറോയി മകൻ വിദേശ ജോലിക്ക് വേണ്ടിയിട്ട്. സ്റ്റെല്ല കൊല്ലം, മകൻ സിയാം പിന്നെ 30 വയസ്സായ മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി. റീന തിരുവനന്തപുരം, ജോമോൻ്റെ വിവാഹം. ജോമോന് വർക്ക് വിസയ്ക്ക് PR കിട്ടണം. ജോമോന് ശരീരസുഖം ലഭിക്കണം. വസന്ത തിരുവനന്തപുരം, മകൻ ടോണി ലോറൻസ് ജോലിയിൽ ശമ്പള വർധനവ് ലഭിക്കാൻ, ശാരീരിക സൗഖ്യം ലഭിക്കാൻ. ചേച്ചി രമയുടെ മകൻ്റെ കിഡ്നി രോഗസൗഖ്യത്തിനും വേണ്ടി. ബെസൽ വർഗീസ് റജി വിദേശ പഠന ജോലി, കുടുംബസമാധാനം. സഹോദരി ആനി മരിയായുടെ കേൾവി ശക്തി ലഭിക്കാൻ. ആശ ജേക്കബ് ചോറ്റാനിക്കര ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുവാൻ, സ്ഥിരമായി ജോലി ലഭിക്കാൻ, സ്വന്തമായി വണ്ടി ഓടിച്ച് കൃപാസനത്തിൽ വരുവാൻ. സിൽവി ജേക്കബ് ചോറ്റാനിക്കര സ്ഥലം വിറ്റ് കടബാധ്യത തീർക്കാൻ, തല സംബന്ധമായ അസുഖം മാറുവാനായിട്ട്. മകൻ അഞ്ചിയയുടെ മകൻ ആത്മീയതയിൽ വളരുവാൻ പഠിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കാൻ. സൂസി ജോൺ മട്ടമ്മേൽ ചോറ്റാനിക്കര ഭവനം പണി തടസ്സം നീങ്ങാൻ. മകൻ സ്ഥിരമായി വരുമാനമുള്ള ഒരു ജോലി ലഭിക്കാൻ. മകന് ആത്മീയമായി വളരാനുള്ള കൃപയും അങ്ങനെയുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടുവാനും. സൂസി ജോൺ മട്ടുമേൽ ചോറ്റാനിക്കര വീട് വയ്ക്കുന്നതിനുള്ള തടസ്സം മാറുവാൻ. ലിബിയുടെ വയറ്റിലെ അസുഖം മാറാൻ. 24 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഭവനം പണി പൂർത്തിയാകുവാൻ. മഞ്ജുമോൾ NS കൊല്ലം ഭവ്യയ്ക്ക് രോഗശാന്തിയും ആരോഗ്യ സൗഖ്യവും ഉണ്ടാകണം. ഭവ്യയുടെ പഠനം നല്ല രീതിയിൽ നടക്കണം. എനിക്ക് കുടുംബത്തിനും ആരോഗ്യം ഉണ്ടാകുന്നതിനും ട്രാൻസ്ഫർ എനിക്ക് വരാതെ കാത്തോളണം. ഷേർലി ഐശ്വര്യ കൊല്ലം മകൾക്ക് സെറ്റ് പരീക്ഷ പാസ്സാകാൻ, മകനൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ, കുടുംബസമാധാനത്തിന് വേണ്ടി. ഷീല കൃഷ്ണൻ ഡൽഹി മകൻ ഉണ്ണിക്ക് ഒരു ജോലി കിട്ടാൻ, കടബാധ്യത മാറുവാൻ, കുടുംബസമാധാനത്തിന് വേണ്ടി. ത്രേസ്യാമ്മ പുളിങ്കുന്ന് മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ, മകൻ്റെ ജോലിയുടെ ഉയർച്ച, ശമ്പള വർധനവും, പള്ളിയുടെ അടുത്തൊരു ഭവനം. ചിറയിൽ കൊല്ലം ഡോക്ടർ ഖാഷസിനെ രക്ഷപ്പെടുത്തണമേ. മക്കളായ കാത്തുവിനും കല്യാണിക്കും സമാധാനവും സൗഖ്യവും കൊടുക്കണമേ. കുടുംബസമാധാനം തരണമേ. അഖില രാജ കൊല്ലം ചേച്ചിയുടെയും എൻ്റെയും വിവാഹം 2024 തന്നെ നടക്കുവാനും സാമ്പത്തികം ലഭിക്കാനും അനുഗ്രഹിക്കണമേ. ജോലി ലഭിക്കുന്നതിന്, വിദേശത്ത് പോയി ജോലിയിൽ പ്രവേശിക്കുന്നതിന്. സുമ ബിജു കൊല്ലം ഭർത്താവ് എന്നോടും മകളോടും സ്നേഹത്തിലായിരിക്കാനും നല്ല കുടുംബജീവിതം ഉണ്ടാകാനും. ഭവനത്തിൻ്റെ കടബാധ്യത, അറ്റകുറ്റപ്പണികൾ നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് നല്ല കമ്പനി ജോലി ലഭിക്കുന്നതിന്, കൃത്യമായ ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ ടെഡി പാറയിൽ മുത്തോലി വീട് സ്ഥലവും നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള അനുഗ്രഹം ലഭിക്കാൻ. ടെഡിക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും എക്സാം വിജയകരമാകാനും. മക്കൾ നന്നായി പഠിക്കുവാനും ദൈവാനുഗ്രഹത്തിൽ വളരുവാനും പ്രാർത്ഥനയിൽ വ്യാപൃതനാകാനും. ആൽവിൻ ജോർജ് പുതുപ്പറമ്പിൽ അമ്മയുടെ തലച്ചോറിലെ മുഴ മാറുന്നതിന്, അനീറ്റയുടെ പരീക്ഷ പാസ്സാകുന്നതിന്, ആൽബിൻ്റെ പരീക്ഷ പാസ്സായി ജോലി കിട്ടാൻ. സിബി ഹൈജിൻ മൂശാരിക്കുന്നിൽ ലണ്ടൻ അഭിഷേകിൻ്റെ 10ാം ഉന്നത വിജയം. ആകാശിൻ്റെ ഓട്ടിസം പൂർണ്ണമായ വിടുതൽ ലഭിക്കാൻ, നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകാൻ. സിവിന് ഹൈജിൻ
CB ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പൂർണ്ണ വിടുതൽ ലഭിക്കാൻ മെയ് 30 നടക്കുന്ന എക്കോ കാർഡിയോഗ്രാം നോർമൽ ആകുവാനായിട്ട് ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നാം ദിവ്യരഹസ്യത്തിൻ്റെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദുഃഖരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നതിനെ പറ്റി ധ്യാനിക്കുക. ദുഃഖത്തിൻ്റെ രണ്ടാം രഹസ്യം ധ്യാനിക്കുമ്പോൾ ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് പ്രത്യേകമായിട്ട് ഈ രഹസ്യം ധ്യാനിക്കാം. അൽഫോൻസ PV, മുത്തേലി വീട്, കുറുവശ്ശേരി. ഡെന്നയ്ക്ക് നേഴ്സിങ്ങിന് ജോലി ചെയ്യാനുള്ള കഴിവ് കൊടുക്കണമേ. വർക്ക് വിസ കിട്ടണമേ. ഡെന്നയ്ക്ക് ഒരു കുഞ്ഞിനെ തരണമേ. ഭർത്താവിന് നല്ല ഒരു ജോലി കൊടുത്തും അനുഗ്രഹിക്കണമേ. നല്ലൊരു കുടുംബജീവിതം തന്ന് അനുഗ്രഹിക്കുകയും മക്കളും മാതാപിതാക്കളുടെ സ്നേഹമായി കഴിയുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. റോയി ചാവടിയിൽ.
മെയ് 24 64-ാമത്തെ ജന്മദിനം ആണ്. അനുഗ്രഹിക്കാൻ അമ്മയും ഈശോയും പ്രത്യേകം ഈ മകനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈജോ എൻ മാത്യു മുണ്ടക്കയം, ഞങ്ങളുടെ ഉപജീവന മാർഗമായ കാറ്ററിങ്ങിൽ ഉയർച്ച ലഭിക്കുവാനായിട്ട്, ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനായിട്ട്, കാറ്ററിങ്ങിലെ ലൈസൻസ് ലഭിക്കുവാനും മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനുമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബീന എഡ്വിൻ മാളിയം വീട്ടിൽ തൃപ്പൂണിത്തറ, മകളുടെ കടബാധ്യത തീരാനായിട്ടും വീടിൻ്റെയും ഭൂമിയുടെയും കോടതി വിധി അവർക്ക് അനുകൂലമാകുവാനായിട്ടും കോടതിയിൽ കെട്ടിവച്ചിരുന്ന പണം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീജിത്ത് ജോൺസൺ, ശ്രുതി ജോൺസൺ ആലുവ, പുറത്തു പോകുന്ന കാര്യം ശരിയാകുവാനായിട്ട് അജയുടെ പപ്പ സിബിൻ ശ്രുതിക്കും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും കുടുംബം മുഴുവൻ ഈശോയെ അറിയുവാനായിട്ട്. ത്രേസ്യാമ്മ ജോസഫ് ചെറായി, അലർജി രോഗങ്ങളും വയറ്റിലെ പ്രശ്നങ്ങളും മാറി ആരോഗ്യത്തോടെ ജീവിക്കാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും ലിന്നിയുടെ അസുഖങ്ങൾ മാറുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈശ്വരിയമ്മ അനീഷ് ഭവൻ കോഴിമല തിരുവല്ല, മകനും ഭാര്യയ്ക്കും കുടുംബമായി ചേർന്ന് താമസിക്കാൻ അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ജസ്മി കളപ്പുരക്കൽ ചങ്ങനാശ്ശേരി, കുടുംബസമാധാനം കിട്ടുവാനും മെയിൽ +2 എക്സാം പാസ്സാകുവാൻ ഷൽമിക്ക് PR ഉള്ള ജോലി കിട്ടുവാനും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. റോസമ്മ കളപ്പുരക്കൽ വർക്കല, കുടുംബസമാധാനം ആയുസ് ആരോഗ്യവും കിട്ടാൻ, ഹസ്ബൻഡിൻ്റെ കൈ സുഖമാകുവാൻ, അമ്മച്ചിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻമരിയ ബെന്നി മാവുങ്കൽ പള്ളിപ്പുറം, 10ാം ക്ലാസ് പഠനം നല്ല രീതിയിൽ പഠിക്കുന്നതിനുള്ള കൃപ, എല്ലാവർക്കും രോഗസൗഖ്യം ഉണ്ടാകുവാൻ, തലമുടി നന്നായി വളരുവാൻ പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ ബെന്നി മാവുങ്കൽ പള്ളിപ്പുറം, നല്ല രീതിയിൽ പഠിക്കാനുള്ള കൃപയ്ക്കായി, സ്പഷ്ടമായി സംസാരിക്കാനുള്ള കൃപ, കുടുംബത്തിൽ രോഗസൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിത തോമസ് അടിച്ചലിൽ വരാപ്പുഴ, വിവാഹം ഓഗസ്റ്റിൽ തടസ്സം കൂടാതെ നടക്കുന്നതിനായി വീട്ടിലെ കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലിസ കാട്ടുകുറ്റി, വീടിൻ്റെ ജപ്തിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നു. മരിയ ജോൺസൺ കൂട്ടത്തിൽ പറമ്പിൽ കാളാത്ത്, മരിയയുടെ കഴുത്തുവേദന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെരേസയുടെ കല്യാണം ദൈവകൃപയാൽ വേഗം നടക്കുന്നതിനായി, മരിയയുടെ ജോലി വിസ കിട്ടുന്നതിനായും പ്രാർത്ഥിക്കുന്നു. ഷാജി മോൻ കലവൂർ, മക്കൾ നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും കടബാധ്യത തീരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സ്ഥിരമായ വരുമാനത്തിലുള്ള ജോലി ലഭിക്കുന്നതിനായും. ജെയിംസ് ജോർജ് ജീവില്ല മതിൽ കൊല്ലം, വിൽക്കാനുള്ള സ്ഥലവും വീടും വിറ്റ് കിട്ടണം, താമസിക്കുന്ന വീടും സ്ഥലവും എഴുതി കിട്ടണം. അഖിൽ ജെയിംസിന് പൂർണ്ണ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിജോ ജെയിംസ് ജീവവില്ല മതിലിൽ കൊല്ലം, ജിജോയ്ക്ക് HSCയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുവാൻ, അജിംസിന് ഫോറൻസിക് ഓഫീസറായി ജോലി ലഭിക്കാൻ, നല്ല ഒരു ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈമോൾ ഉഴവൂർ, മെയ് 25 എഴുതുന്ന ജർമ്മൻ പരീക്ഷ പാസ്സാകുവാനും ജോലി സ്ഥിരത കിട്ടുവാനും ആരോഗ്യം ലഭിക്കുവാനും ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വിസ തടസ്സം മാറുവാനും പ്രാർത്ഥിക്കുന്നു. അമല ആൽബിൻ ഏഞ്ചൽ മരിയപുരം വെള്ളാരപ്പള്ളി, അമല ആൽബിന് തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകുവാൻ, ഏഞ്ചലിന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുവാൻ, വീട് പണി തീരാൻ, പൗലോസിൻ്റെ മദ്യപാനം മാറിക്കിട്ടാനും പ്രാർത്ഥിക്കുന്നു. സിതോഷ് മാത്യു കടപ്പുര, സ്ട്രോക്ക് വന്ന് തളർന്നുപോയ വശത്തെ ബലം ലഭിക്കാൻ, മക്കൾക്ക് പഠനത്തിൽ പുരോഗതി കിട്ടാൻ, ഭവനം വാങ്ങുവാൻ, സ്ഥിരമായ ജോലി ലഭിക്കാനും. ജിബി ജെറിമോന് വിദേശത്ത് ജോലി സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ, ഫാദർ ആൻ്റണിയുടെ പ്രത്യേക നിയോഗത്തിനായിട്ടും ജോളി ആൻറ്റി ജിബി എന്നിവരുടെ പൂർണ്ണ രോഗശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻഡോ ബാംഗ്ലൂർ, ഇവാൻ്റെ വിദ്യാഭ്യാസം ഉപരിപഠനത്തിന് ചേരാൻ ഈ മാസം അക്കൗണ്ട്സ് എഴുതേണ്ട വിഷയം പാസ്സാകാനായും, ആൻഡോയ്ക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടിയും ശരീരഭാരം കുറയുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി ലീന കോച്ചേരി എടവനക്കാട്, ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും
കടബാധ്യതകൾ മാറുന്നതിനു വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസം പരിശുദ്ധാത്മാവിൽ നിറയാനും പ്രാർത്ഥിക്കുന്നു. ശാരദ പ്രവീൺ മാനസിക അസ്വാസ്ഥ്യം മാറാൻ വേണ്ടിയും പുകവലി മാറാൻ വേണ്ടിയും നല്ല ജീവിത പങ്കാളിയെ കിട്ടാനും പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മ കാട്ടൂർ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനായിട്ട് ഷെൻസി എന്ന മകൾക്ക് ജോലി കിട്ടാൻ, കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാനും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേനി സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖകരമായ മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ശംശയായ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഃഖകരമായ ഈ മൂന്നാം ദിവസം ധ്യാനിക്കുമ്പോഴും ഈ താഴെ പറയുന്നവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയമുടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ജിൻസി എലിസബത്ത് പോൾ, കണ്ണാടി, ആലപ്പുഴ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്. പ്രിൻസൺ തോമസ്, ചിറക്കൽ പറമ്പിൽ, പനമ്പള്ളി നഗർ, ബിടെക് 2ാം വർഷ പരീക്ഷ പാസ്സാകാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ, കുടുംബ സമാധാനം ഉണ്ടാകുവാൻ. ഡേവിഡ് രാജ്, പാറശാല, അമ്പുരിയിലെ റോഡ് പണിയുടെ തടസ്സങ്ങൾ മാറി വർക്ക് തുടങ്ങുവാൻ, എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞ് അത് പുതുക്കി കിട്ടുവാനും വേണ്ടി, വരുമാന മാർഗങ്ങൾ തെളിയിച്ചു തരുവാൻ വേണ്ടി. സുനിൽ ജോസഫ്, പൂജപ്പറമ്പിൽ, തണ്ണീർമുഖം,
വിവാഹം നടക്കുന്നതിന്, ജോലി കിട്ടുന്നതിന്, സാമ്പത്തിക പ്രശ്നം മാറുന്നതിന്. ഷീജ എലിസബത്ത്, ന്യൂഡൽഹി. ജോസിൻ്റെ കല്യാണം നടക്കുവാൻ, മദ്യപാനം മാറുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാൻ. വള്ളക്കടവിൽ സ്ഥലം വിൽക്കാനും പുതിയ സ്ഥലവും വീടും മേടിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു. ആഷ്ലിൻ പനച്ചിക്കൽ, ഓമനപ്പുഴ. വിവാഹം നടക്കുന്നതിന്, ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന പങ്കാളിയെ മാതാവിന് ഇഷ്ടമുള്ളതാണെങ്കിൽ നടക്കുവാൻ, ദൈവസ്നേഹവും സഹോദര സ്നേഹവുമുള്ള ഒരു മകളെ തന്ന് അനുഗ്രഹിക്കണം. ചെറിയാൻ ചിറമുഖത്ത്, ചങ്ങനാശ്ശേരി. എൻ്റെ അപ്പൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നോൺ സ്മോൾ സെൽ കർട്ടൻ ക്യാൻസറിന് രോഗവിമുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി, ആയുസ്സ് ആരോഗ്യം വീണ്ടും കിട്ടുന്നതിന് വേണ്ടി. സാനി കിഴിക്കില്ലം, എലിസബത്തിൻ്റെ കാനഡയിലെ വിദ്യാഭ്യാസ തടസ്സം മാറുന്നതിന്, തെറ്റായ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ, കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിനുള്ള തടസ്സം മാറുവാൻ. സോഫിയോസ്, കൂത്താട്ടുകുളം. ആൽബിക്ക് ഫേബയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫേബയ്ക്ക് ജോലി ലഭിക്കുക, എനിക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാൻ. നിഷ, നടുവിലപ്പറമ്പിൽ, ആലപ്പുഴ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി, അമ്മയുടെ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൻ്റെ മൂത്ര സംബന്ധമായ പ്രശ്നം മാറുന്നതിനും വീട് പണിയുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുത്രേസ്യ ജോർജ്, ചങ്ങനാശ്ശേരി. മെയ് 18 OET എക്സാം കഴിഞ്ഞ് എല്ലാ വിഷയത്തിനും B ഗ്രേഡ് നൽകി അനുഗ്രഹിക്കണമേ. അബുവിന്, അഞ്ചുവിന് OET എക്സാം എല്ലാ വിഷയത്തിലും B ഗ്രേഡ് ലഭിക്കാൻ വേണ്ടി. ജോർജ് മാത്യുവിന് നല്ല ഒരു ജോലി ലഭിക്കാൻ. എൽദോലാൽ, കൂത്താട്ടുകുളം. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി. ജേക്കബ് ഷാജി, പാണ്ടപ്പള്ളി. പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി. റീതു ചെറിയാൻ, അങ്കമാലി. ജർമ്മൻ B2 ജൂൺ 24 നടക്കുന്ന എക്സാം ഉയർന്ന മാർക്ക് നേടി പാസ്സാകുവാൻ. എൻ്റെ ഭാരം കുറയുന്നതിന് വേണ്ടി. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടക്കുന്നതിന്. ബിന്ദു തോമസ്, താന്നിവേലി, ചങ്ങനാശ്ശേരി. ബിടെക് ജൂണിലെ ബിടെക് ഫോർത്ത് സെമസ്റ്റർ എക്സാം പാസ്സാകാൻ വേണ്ടി. ഒരു ഭവനവും വാഹനവും എടുക്കാൻ വേണ്ടി. ചിപ്പിക്ക് തൈറോയിഡിൻ്റെയും വൈറ്റമിൻ D നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു ലച്ച്, കോട്ടയം. ജൂൺ 23 PG നീറ്റ് എക്സാം എഴുതാൻ. ശ്രുതി കൃഷ്ണകുമാർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന്. 5 വർഷം MBBS ഫീസ് 5 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മെയ് 31 തീർക്കാൻ വേണ്ടി. LC, പുതിയതുറ, ട്രിവാൻഡ്രം. നഷ്ടപ്പെട്ട കുടുംബജീവിതം തിരിച്ചു കിട്ടാൻ, ദൈവ അനുഗ്രഹത്തിൽ നിറയാൻ. വിവാഹ തടസ്സം മാറി എത്രയും വേഗം പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി ജെയിംസ്, 92 സെൻറ്റ് സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റ് കിട്ടുന്നതിന് വേണ്ടി, ഒരു വീട് ലഭിക്കുന്നതിന്, ഒരു മോൾക്ക് ഷെയർ കൊടുക്കാനും. അൻസു മാത്യു, കട്ടപ്പന. മകളുടെ രോഗസൗഖ്യം ലഭിക്കാൻ, ദൈവവിശ്വാസം വർദ്ധിക്കാൻ, കുടുംബസമാധാനം ലഭിക്കാൻ. ജോമോൻ തോമസ്, NJ. മകൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, വിവാഹ കൂദാശയ്ക്കനുസരിച്ച് നടക്കുവാൻ, കൃത്യമായ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ. അലീന ഡേവിഡ്, കളത്തിൽ കുഴൽ. കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ, കടബാധ്യതകൾ മാറുന്നതിന്, ജർമ്മനിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിക്കുന്നതിന്. A1, A2, B1, B2 എക്സാം എല്ലാം ആദ്യ ചാൻസിൽ തന്നെ പാസ്സാകുന്നതിന്. ഭർത്താവിന് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിന്. സുജ, താന്നിക്കൽ, UK. എൻ്റെ മകന് ബിംഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടുവാൻ. ഏജിലിന് +2 ലെവൽ എക്സാം ലഭിക്കുന്നതിന്. ഏജിലിന് എല്ലാ വിഷയങ്ങൾക്കും A സ്റ്റാർ കിട്ടാൻ അമ്മ അനുഗ്രഹിക്കണമേ. സാറാമ്മ, കോന്നി. എൻ്റെ ഭർത്താവിന് ദൈവിക സ്നേഹവും ഓർമ്മശക്തിയും വിവേകവും നൽകണമേ. എനിക്ക് എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും നൽകണമേ
നൽകുന്നതിന് വേണ്ടി. അമല UK, ഭർത്താവിന് UK-യിൽ വിസ സ്കോളർഷിപ്പോടുകൂടി ജോലി ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ തന്നെ കിട്ടണം. എനിക്ക് വർക്ക് ചെയ്യുന്ന NHS ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കണം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കണം. ജീംസൺ 43-ാം ജന്മദിനത്തിലേക്ക് കടക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാ ഡിപ്രഷനിൽ നിന്നും മോചനം ലഭിക്കാൻ, നല്ല ഒരു ജോലി ലഭിക്കാൻ. ഷെറിൻ മെച്ചോൾസ്കി അയർലൻഡ്, ജോലി പ്രശ്നങ്ങൾ മാറുന്നതിന്, കുടുംബജീവിത വിശുദ്ധീകരണത്തിന്, നല്ല പേയിങ് ഗസ്റ്റിന് ലഭിക്കുന്നതിന്. ഷീല ജെയിംസ്, 5 ജെയിംസിന് അവളുടെ FRCP ഡിഗ്രി അനുസരിച്ച് ഒരു ജോലി കിട്ടുവാൻ വേണ്ടി. ഫ്രാൻസി ജോയിക്ക് ഏറ്റവും നല്ല ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ. ടോണിയും വീട്ടിൽ ഉള്ളവരുമായി സ്നേഹത്തോടെ കഴിയുന്നതിന്. പ്രിയ അനീഷ് ചേർത്തല, ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറാൻ. കുഞ്ഞുങ്ങൾ 2 പേരും നല്ല സ്വഭാവം ഉണ്ടാകുവാനും നന്നായി പഠിക്കുവാനും. ഞങ്ങളുടെ സ്ഥലം വേഗം വിൽപ്പന നടക്കാൻ. മേരി അഗസ്റ്റൻ UAE, മകൾക്ക് ജൂൺ 3 മുതൽ 13 വരെ എക്സാമാണ്. പരിശുദ്ധ അമ്മ അവളുടെ കൂടെ ഉണ്ടാകാൻ. എല്ലാ ദിവസവും മുടക്കം വരാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. ജൂൺ 22 OET പരീക്ഷ വിജയിക്കാനും ജോലി ലഭിക്കുവാനും. ബിനു സക്രിയാസ് രാമപുരം പാല, ജോലി തടസ്സം, വിവാഹ തടസ്സം, ഭവനം ലഭിക്കാൻ. കുടുംബ പ്രശ്നങ്ങൾ മാറി സമാധാനം ലഭിക്കാൻ വേണ്ടി. ജോയി വട്ടയാർ, വീട് പണി പൂർത്തിയാകാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ. MU അഗസ്റ്റിൻ മുണ്ടത്താനൽ കാണാക്കരി, കുടുംബസമാധാനം, നല്ല സംരംഭം തുടങ്ങാൻ. മേഴ്സി പന്നൂക്കാലം, രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി. ദറീന മാത്യു, ജന്മനാൾ ആഘോഷിക്കുന്ന എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ 2ാമത്തെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സരസ്വതി രാമചന്ദ്രൻ, ഊട്ടിൽ കോട്ടപ്പുറം. സൂര്യ ബിജി സ്നേഹ എന്നിവർക്ക് ഗവൺമെൻറ് ജീവനം ലഭിക്കണം. സുമിതയ്ക്ക് സ്വന്തമായ ഒരു ഭവനം ലഭിക്കണം. കുടുംബത്തിലെ എല്ലാവരെയും അവരുടെ അമ്മയുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. ശ്രീകല രാമദാസ്, തൃശ്ശൂർ, മാളവികയുടെ അമ്മ പ്രസവം. മാളവികയുടെ പ്രസവം അമ്മ മാതാവായി തന്നെ നടത്തി കൊടുക്കണം. രാമദാസിന് ജോലി സ്ഥിരമായി ഉണ്ടാകണം. ശ്രീകലയുടെ അസുഖം പരിപൂർണമായി മാറിക്കിട്ടണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളതായിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടത് ധ്യാനിക്കാം. അമ്മിണി മടപ്പൂറിൻ്റെ നിയോഗത്തിന് വേണ്ടിയും മറ്റുള്ള എല്ലാവർക്കും മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്ത് പോകുവാനുള്ള പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നു. ഗീതു OET പരീക്ഷ പാസ്സാകുന്നുള്ള ദൈവസഹായം അപേക്ഷിക്കുന്നു. ശ്രീജിത്തിന് വിദേശത്ത് പോകുന്നതിനുള്ള പ്രാർത്ഥനാ സഹായവും അപേക്ഷിക്കുന്നു. മെൽറ്റിൽഡ ജോസ് പുല്ലുവിള, തിരുവനന്തപുരം. മിഷേൽ മോൾക്ക് എഴുന്നേറ്റ് ബലം കിട്ടി നടക്കുന്നതിന് വേണ്ടിയും ലിയോയ് നന്നായി പഠിക്കുന്നതിനും ജോസിന് നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനോവ ചെറിയതറ. മോൻ്റെ വിവാഹ തടസ്സം മാറുന്നതിനും ആധാരം മോൻ മനസ്സ് തോന്നി തരാനും കേസിൽ നിന്ന് ഞങ്ങൾക്ക് വിജയം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷി ബിൻ ജോൺസൺ, കരളുത്തറവീട്, ചിറ്റൂർ. മകൻ്റെ പരീക്ഷയ്ക്ക് നല്ല സ്കോർ കിട്ടുന്നതിന് വേണ്ടിയും മകന് കാനഡയിൽ PR കിട്ടുന്നതിന് വേണ്ടിയും മകൾ എത്രയും പെട്ടെന്ന് ഗർഭിണിയാവുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി ജാസ്മിൻ, വെളിയിൽ. മകൻ സാവിയോൺ നന്നായി സംസാരിക്കുന്നതിനും വീട് പണി പൂർത്തിയാകുന്നതിനും സാബിൻ നന്നായി പഠിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുദീ P ശാമുവൽ, പമ്പുമടത്തിൽ, ഇമ്പവൺ. എനിക്ക് പോസ്റ്റിംഗ് ശരിയായി ജോലി ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ച മാതാവ് അത് സാധിച്ചു തന്നു. അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. സഹോദരൻ്റെ ജോലി ചെയ്യുവാനും ഷിജോയുടെ ഭവനം സഹോദരയുടെയും എൻ്റെയും വിവാഹം നടക്കുവാനും വീട് പണിയും നടക്കുവാനും മാതാപിതാക്കളെ അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിർമ്മല, കൊച്ചുതറയിൽ. മോന് മാസം വരുമാനമുള്ള ജോലി തരുവാൻ, ശരീരത്തിന് എല്ലാ രോഗവ്യാധികളിൽ നിന്നും സൗഖ്യം കിട്ടുവാനും ഒരു വീടും നിത്യവൃത്തിക്കുള്ള വഴിയും കാണിച്ചു തരുവാനും പ്രാർത്ഥിക്കുന്നു. സൗത്ത് മക്കുഴി, കായംകുളം. മകൻ നീറ്റ് PG പരീക്ഷയ്ക്ക് റാങ്ക് നേടി വിജയിക്കാൻ അനുഗ്രഹിക്കുവാൻ, ബെസ്റ്റ് സ്റ്റൈപ്പൻഡോടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് പോലെ മാതാവ് എന്നെ അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വതി ജയപ്രകാശ്, വലിയ വീട്ടിൽ. ജയപ്രകാശിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയും പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീഹ എഡ്കോസ്, കേലൻശ്ശേരി. ഈ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ ആദ്യം
നിന വിഷയം നന്നായി പരീക്ഷ എഴുതുവാനും സാധിക്കണം, നല്ല മാർക്കോട് പാസ്സാകുന്നതിനും. അനിയൻ്റെ പഠിക്കാനുള്ള മടി മാറ്റി കൊടുക്കാനും നന്നായി പഠിക്കുവാൻ വേണ്ടിയും പപ്പയുടെയും മമ്മിയുടെയും ആരോഗ്യത്തിനും ആയുസ്സിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. PJ ഫ്രാൻസിസ് രോഗസൗഖ്യത്തിനു വേണ്ടിയും സ്ഥല വിൽപ്പനയും വാങ്ങുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലിസിയസ് PG കഴിഞ്ഞു, ജോലി, പഠനം, വിവാഹം, ജോസഫിനും BA ഉന്നത വിജയം കിട്ടുന്നതിനും ഒരു നല്ല ജോലി ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. ഷാലി ജോർജ് കുടുംബത്തിൽ മാനസാന്തരവും ഉണ്ടാകുന്നതിനും കലഹം മാറുന്നതിന്, അസുഖങ്ങൾ മാറുന്നതിനു വേണ്ടി. നിഷയ്ക്ക് കുടുംബസമാധാനം ഉണ്ടാകുന്നതിനും ബാലാരിഷ്ടത മാറ്റി കൊടുക്കുവാനും. എൻ്റെ അമ്മയെ കാണുന്നതിനുള്ള തടസ്സം എൻ്റെ ഭർത്താവാണ്. ഭർത്താവ് എത്രയും പെട്ടെന്ന് അമ്മയെ കാണുന്നതിന് അനുവദിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനി PJ ബിന്ദു ഭവൻ, പത്തനംതിട്ട. കോപ്പറേറ്റീവ് ബാങ്കിൽ ചെല്ലുമ്പോൾ ഡിപ്പോസിറ്റ് മുഴുവനായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ അപ്ലൈ ചെയ്ത ജോലി എത്രയും കിട്ടാനായിട്ട്. ഭർത്താവിൻ്റെ പേരിൽ ഭൂമി വിറ്റുപോകാനും പ്രാർത്ഥിക്കുന്നു. ഉണ്ണികൃഷ്ണൻ വെളിയിൽ, തൈക്കാട്ടുശ്ശേരി. ഉണ്ണികൃഷ്ണന് ഷുഗറും കൊളസ്ട്രോളെല്ലാം മാറ്റി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. സൗദിയിൽ ജോലിയിൽ ക്ഷീണം വരുത്താതെ ആരോഗ്യം എപ്പോഴും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നേൽക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖകരമായ 5-ാം ദൈവരഹസ്യം.
നമ്മുടെ കർത്താവ് ശംശിയ ഗാവുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തെ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശുമേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ 5-ാം ദിവസം ധ്യാനിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ബിനു വെളിയിൽ തൈക്കാട്ടുശ്ശേരിയിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, ചിട്ടി കിട്ടണം, ആരോഗ്യം കാത്തുകൊള്ളണം, മോൻ്റെ ആരോഗ്യവും ആയുസ്സും കാത്തുകൊള്ളണം. പുഷ്പറാണി കായംകുളം വയറ്റിലെ രോഗസൗഖ്യം, ശരണ്യയ്ക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ, ഭവനം ലഭിക്കാൻ. വിജയ കായംകുളം പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുക്കുവാൻ, സിപ്പിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന്, അഖിലയ്ക്ക് വിസ ലഭിക്കാൻ. ജോസഫ് അഗസ്റ്റിൻ പടമുറ്റം പുളിങ്കുന്ന് ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വിവാഹം നടക്കുന്നതിന്, നല്ല ജോലിക്ക് വേണ്ടി. തങ്കച്ചൻ പീറ്റർ കുടുംബത്തിൽ ദൈവസ്നേഹം നിറയുന്നതിന് വേണ്ടി. എല്ലാ മാനസിക രോഗികളെയും സൗഖ്യം ലഭിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കണമേ. സിസിലി തങ്കച്ചൻ ഞാറ തടത്തിൽ മുളന്തുരുത്തി സാമ്പത്തിക പ്രശ്നം മാറണം, എൻ്റെ ഉടമ്പടി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, മകൾക്ക് സ്ഥിര ജോലി ലഭിക്കാൻ. സാന്ദ്ര SB ഷീബ ഭവൻ വർക്കല എൻ്റെ മകൻ്റെ ഹൃദയത്തിൻ്റെ ഹോൾ ഓപ്പറേഷൻ ഇല്ലാതെ മാറിക്കിട്ടുവാൻ, ഞങ്ങളുടെ കടങ്ങൾ തീരണം, വീട് വയ്ക്കുന്നതിന് ഒരു ജോലി ലഭിക്കാനും. ലിൻസി ഫ്രാൻസിസ് കുട്ടാലപ്പറമ്പിൽ എറണാകുളം മകനും മകൾക്കും ഉപരിപഠനത്തിനായി പ്രാർത്ഥിക്കുന്നു, ഒരു ഭവനം ലഭിക്കുന്നതിന്, കുടുംബത്തിൽ എല്ലാവർക്കും ദൈവവിശ്വാസവും വിശുദ്ധിയും ഉണ്ടാകുവാൻ. ജിനീഷ് ബിസിനസ് തകർച്ച, മക്കളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക ഉന്നമനം. പുഷ്കൽ സണ്ണി 3 കോടി രൂപ കടമുണ്ട്, സ്ഥലം വിൽക്കണം. ആൻസൺ മോൻ നല്ല ജോലിക്കും പഠനത്തിന്, ഹസ്ബൻഡിൻ്റെ രോഗം മാറുകയും നല്ല ജോലി ലഭിക്കുന്നതിന്. മേരി വർഗീസ് പാല മേരിയുടെ ആരോഗ്യം കാലുവേദന, അനുവിനും കുട്ടികൾക്ക് ആരോഗ്യം നൽകണം. വിനോദ് വിൻസെൻ്റ് വിവാഹം നടക്കുന്നതിന്, മദ്യപാനം മാറാൻ, ഫോണിൻ്റെ ഉപയോഗം മാറാൻ. ആൽബറീന കൊല്ലം ബിടെക് S1 S2 പരീക്ഷ പാസ്സാകാൻ, ചേച്ചി BSc പാസ്സാകാൻ, അമ്മയുടെ രോഗങ്ങൾ മാറാൻ. അനീഷ അഡോൺ നല്ല കാലാവസ്ഥയും ശാരീരിക സുഖവും ഉണ്ടാകാൻ, മദ്യപാനം മാറുവാൻ, കുടുംബത്തിൽ സമാധാനം കിട്ടുവാൻ. അമൽ സാംസൺ പൂന്തറശ്ശേരിയിൽ ആലപ്പുഴ അമൽ ബിടെക് നടക്കുന്ന 25 നടക്കുന്ന എക്സാം ഉന്നത വിജയം ലഭിക്കുന്നതിന്. പരിശുദ്ധാത്മാവ് നിറയാൻ, മൊബൈൽ അഡിക്ഷൻ മാറിക്കിട്ടുന്നതിന്. സിബിൽ ചാക്കോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ, ജോലിയിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ. സുശീല ചിലവത്തിങ്കിൽ മകൻ്റെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും മാറാൻ, മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ. അഗസ്റ്റിൻ എറണാകുളം തിരുമേനിമാർക്ക് ടാക്സ് അടയ്ക്കാൻ കൊടുത്ത എൻ്റെ ചെക്ക് ഉപയോഗിച്ച ചതിയിലൂടെ എന്നെ കേസിൽപ്പെടുത്തിയ എന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മയെ കനിയണമേ. കള്ളക്കേസിൽപ്പെടുത്തിയ എൻ്റെ വീട് എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ അനുവദിക്കരുത്. എൻ്റെ മകൾക്ക് നന്നായി പഠിക്കുവാനും അമ്മയുടെ സംരക്ഷണം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീബ അച്ഛൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ, വിവാഹം നടക്കുന്നതിനുള്ള സാമ്പത്തിക തടസ്സം മാറിക്കിട്ടാൻ, കടബാധ്യത പൂർണ്ണമായി മാറുന്നതിന്. ഡയാന വൈപ്പിൻ മക്കളുടെ വിശ്വാസ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സമർപ്പിക്കുന്നു. ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെയും സാമ്പത്തിക മേഖലയും സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ ആരോഗ്യം. അജോ ജോസ് മോഴിപ്പറമ്പിൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ, മകൻ്റെ അലർജി രോഗം മാറുന്നതിന്. അനിയമ്മ കടവനയിൽ മകൻ്റെ ജോലിയിൽ പുരോഗതി, മകളുടെ ഉന്നത വിദ്യാഭ്യാസം. ജയ്മോൻ്റെ പമ്പിൽ ജോലി കിട്ടാൻ. അനിത കടവനാൽ എൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി, മകളുടെ സർജറി നന്നായി നടക്കാൻ, തങ്കച്ചൻ നന്നായി നടക്കുവാൻ.
ആനി ജോയി, എനിക്ക് എറണാകുളത്ത് SS ആയി സ്ഥലം മാറ്റം കിട്ടണം. കുഞ്ഞുമോൾക്ക് രാത്രി ഉറക്കം കിട്ടാൻ, മോൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കാൻ. ആനി ആൻ്റണി, എറണാകുളത്ത് SS ആയി ജോലി മാറ്റം കിട്ടാൻ, മകന് പ്രൊജക്റ്റ് കിട്ടാൻ, ഭർത്താവിന് അമ്മയോടുള്ള ദേഷ്യം മാറാൻ. വിജി വാലുപറമ്പിൽ, മകളുടെ BTech റീവാലുവേഷൻ റിസൾട്ട് എല്ലാം പാസ്സാകണം. രണ്ടാമത്തെ മകളുടെ BAMS ഫൈനൽ എക്സാം നല്ല രീതിയിൽ എഴുതി പാസ്സാകണം. മകൻ്റെ BTech എക്സാം പാസ്സാകണം. സുനിൽ മാത്യു വാലുപറമ്പ്, കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. സ്ഥലം സ്വന്തം പേരിൽ ആകാൻ സഹായിക്കണം. സുശീലൻ അജീന കുമാരി, കളത്തിൽ വീട്, എൻ്റെ ഭാര്യയ്ക്ക് സന്ധിവാദത്തിൽ നിന്ന് എഴുന്നേൽക്കാനും സംസാരിക്കാനും പറ്റുന്നില്ല, അവിടുന്ന് അമ്മ അനുഗ്രഹിക്കണം. സത്യൽ സജി, ഇടുക്കി നെടുങ്കണ്ട, സജിയുടെ കുടുംബത്തിലെ തൊഴിൽ സംബന്ധമായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് സാമ്പത്തികമായി വളരണം. ഷേർലി ഇന്നസെൻ്റ്, മേലേക്കടവിൽ മതിലൽ, കൊല്ലം, മകന് അയർലൻഡിൽ വിസ പുതുക്കി കിട്ടുന്നതിന്, ജോസ് BCom പാസ്സാകുന്നതിന്, നഴ്സിംഗ് പഠിക്കാനും എൻ്റെ കടയിൽ കച്ചവടം നടക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ഷേർലി ഇന്നസെൻ്റ്, മേലേക്കടയിൽ മതിലിൽ, കൊല്ലം, എൻ്റെ ചേച്ചി സിൽവി ഇസ്രയേലിൽ പോകാൻ പ്രാർത്ഥിക്കുന്നു. സിൽവിക്ക് കടം മാറുന്നതിന് സ്ഥലം വിൽക്കാനും, അനുചേച്ചിയുടെ മകൾ BS നഴ്സിംഗ് എന്ന് പുറത്തു പോകാൻ സാധിക്കുന്നില്ല, തടസ്സം മാറ്റാൻ വേണ്ടി. ടിൻഡു തോമസ്, സ്റ്റേജ് 3 ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൻ്റെ സൗഖ്യം ലഭിക്കാൻ, ശരീര സൗഖ്യത്തിനായി 7 വർഷമായിട്ട് കുട്ടികളില്ല. ഹോളി ക്രോസ് കോൺവെൻറ്റ്, ലിസ പോൾ, ബാംഗ്ലൂർ, സിസ്റ്ററിൻ്റെ ബ്രെയിൻ ഡെഡായിട്ട് കുറച്ച് സീരിയസ് ആണ്. ഷിമോഗ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. സിസ്റ്ററിൻ്റെ രോഗങ്ങൾ മാറി സൗഖ്യം പ്രാപിക്കാൻ. കുഞ്ഞമ്മലീന, മസ്കറ്റ്, എൻ്റെ മകൻ റോബർട്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ. ഇളയ മകൾ ജോഷ്യാവ്യ പരിശുദ്ധാത്മാവിൽ നിറയാൻ. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പൂർണ്ണ ആരോഗ്യവും സൗഖ്യം ലഭിക്കാൻ. സ്റ്റെല്ല വത്സല, ട്രിവാൻഡ്രം, മകൻ്റെ മദ്യപാനം മാറണം, ഭവനം ലഭിക്കുന്നതിന്. ജോബിൻ്റെ പരീക്ഷ വിജയവും റിമോയുടെ കണ്ണിൻ്റെ കാഴ്ച ലഭിക്കാൻ. കട പുതുക്കി പണിയുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുന്നതിന്. ശൈലജ VR, ഗുരുവായൂർ, ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറുവാൻ, കടബാധ്യത മാറിക്കിട്ടാൻ, സ്വന്തമായി ഭൂമിയും വീടും വാങ്ങുവാൻ. ബിനേഷ് തോമസ്, കട്ടപ്പന, വണ്ടിയുടെ NOC വേഗത്തിൽ കിട്ടുവാൻ, മകളുടെ അഡ്മിഷൻ കിട്ടുവാൻ, NOCയുടെ തെറ്റ് മാറ്റി കിട്ടുവാൻ. ട്രീസ ബെന്നി, പൂനെ, മകൾ ടീന കൂടുതൽ ദൈവവിശ്വാസത്തിൽ വളരുവാൻ, നല്ല വിവാഹബന്ധം കിട്ടുവാൻ, നല്ല ജോലി ലഭിക്കുവാൻ. ട്രീസ ബെന്നി, പൂനെ, മകൻ കെവിനെയും വൈഫ് താമറിനെയും സമർപ്പിക്കുന്നു. അവരുടെ വിവാഹം ആശീർവദിക്കപ്പെടുന്നതിന്, കുഞ്ഞിനെ ലഭിക്കാൻ, ജോലിയിൽ ഉയർച്ച ലഭിക്കാനും വേണ്ടി. അതോടൊപ്പം നമുക്ക് ഈ 5-ാം ദിവ്യരഹസ്യത്തിൽ കൃപാസനത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട കൃപാസന ഡയറക്ടർ VP ജോസഫച്ചനെയും ക്ലിൻ്റനച്ചനെയും എല്ലാ വൈദികരെയും സമർപ്പിതരെ, അൽമായ പ്രേക്ഷിതരെയും നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ഉടമ്പടി ഇന്നെടുത്തവരെയും പുതുക്കിയവരെയും, ഇതുവരെ ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും, അവരുടെ എല്ലാം പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ആൾത്താര മുതൽ അടുക്കള വരെയുള്ള ഓരോ ശുശ്രൂഷകരെയും ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം സാംസ്കാരിക മേഖലകളെ, എല്ലാ ആത്മീയ മേഖലകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ 5-ാം ദിവ്യരഹസ്യം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതെ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതൃപാദങ്ങളിൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പിതാവേ, നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാകുന്നിടുന്നേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാകുന്നിടുന്നേ. ആത്മശരീന്ദ്രിയങ്ങളായ
വിസ്മരണാദിവശങ്ങളെയും ആയവരിൻ പല കർമ്മങ്ങളും പോയതും ഉള്ളതും നിരീതും ആത്മശരീന്ദ്രിയങ്ങളായ വിസ്മരണാദിവശങ്ങളെയും ആയവരിൻ പല കർമ്മങ്ങളും പോയതും ഉള്ളതും നിരീതും അയ്യോ മാതാവേ പിതാവേ അയ്യായിരം കാലം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളെ പുത്രരക്ഷിച്ചുകൊള്ളുവിൻ. അയ്യോ മാതാവേ പിതാവേ അയ്യായിരം കാലം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളെ പുത്രരക്ഷിച്ചുകൊള്ളുവിൻ. ഇരുപത്തിനാലാം തീയതി ദൈവമാതാവിൻ്റെ ഉയർപ്പ്. ഒന്നാമത്, മാതാവിൻ്റെ മൃതശരീരം കല്ലറയിൽ അഴിയാതിരുന്നു. രണ്ടാമത്, മാതാവ് മരിച്ച മൂന്നാം നാൾ ഉയർത്ത്. മൂന്നാമത്, മാതാവിൻ്റെ ഉയർപ്പ് ആ നാഥയുടെ പേരിലുള്ള നമ്മുടെ ശരണത്തിന് കാരണമായി. ഇരുപത്തിനാലാം തീയതി ഒന്നാമത് ദൈവമാതാവ് മരണത്തിന് കീഴ്പ്പെടുന്നതിനുള്ള കാരണം. രണ്ടാമത്, മാതാവ് മരിച്ച വിധം. മൂന്നാമത്, മാതാവ് മരിക്കുന്നവർക്ക് സങ്കേതം. ആദ്യം, ദൈവജനന് ജന്മപാപമില്ലാതെ ഉത്ഭവിപ്പാൻ ദൈവം തിരുമനസ്സായെങ്കിലും ഈ പാപത്തിൻ്റെ ഫലമായ മരണത്തിൽ നിന്ന് മറിയത്തെ ഒഴിച്ചില്ല. മനുഷ്യ സന്തതികളെല്ലാവരും മരിക്കണമെന്ന ദൈവകൽപ്പന അഭേദ്യമാകയാലും സർവ്വജീവജാലങ്ങളും ഈ നിയമത്തിന് വിധേയമായിരിക്കുന്നതിനാലും ജീവദായകമായ മിശിഹ പോലും മരണത്തിന് അധീനനായതുകൊണ്ടും നന്മരണത്തിന് നമുക്ക് മാതൃകയായിരിക്കുന്നതിനാണ് മറിയവും മരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചത്. ഈ ദൈവനിശ്ചയം ഏറ്റവും സന്തോഷത്തോടും അനുസരണത്തോടും കൂടെ മറിയം നിറവേറ്റി. നാമും ഈ മാതാവിനെ പോലെ എളിമ, കീഴ്വഴക്കം, ശരണം, ദൈവസ്നേഹം മുതലായ പുണ്യങ്ങളോടെ നമുക്ക് വരാനിരിക്കുന്ന മരണം സന്തോഷപൂർവ്വം കൈക്കൊള്ളുമെങ്കിൽ അതെത്ര ഭാഗ്യപ്പെട്ട മരണമായിരിക്കും. രണ്ടാമത്, ഗ്രന്ഥകർത്താക്കൾ പറയും പോലെ പരിശുദ്ധ കന്യകയുടെ മരണം ഒരു ഇമ്പമുള്ള നിദ്ര പോലെ ആയിരുന്നു. മറിയം ഒരു വേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലം വിട്ട് നിത്യഭാഗ്യത്തിൽ ചേർന്നത്. ഈ രാജ്ഞി മരണം പ്രാപിച്ചത് പ്രായാധിക്യം കൊണ്ടെന്നതിനേക്കാൾ തൻ്റെ ഹൃദയത്തിൽ എരിഞ്ഞിരുന്ന ദൈവസ്നേഹാഗ്നിയുടെ ആധിക്യം കൊണ്ടാണ് എന്ന് പറയുന്നത് കുറേ കൂടെ വാസ്തവമായിരിക്കും. വൃക്ഷത്തിൽ നിന്ന് പഴുത്ത കനി പൊഴിയുന്നത് പോലെയും ആദിത്യൻ എല്ലാ സ്ഥലങ്ങളും പ്രകാശമാനമാക്കി അസ്തമിക്കുന്നത് പോലെയും ദൈവമാതാവിൻ്റെ തിരുവാത്മാവ് നാനാ സുഹൃതങ്ങളാലും പക്വത പ്രാപിച്ച് ശോഭിച്ചതിൻ്റെ ശേഷം ശരീരം വിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു. നാം ഈ രാജ്ഞിയുടെ പരമാനന്ദപ്രദമായ മരണമോർത്ത് സന്തോഷിച്ച് വരപ്രസാദത്തോടെ മരിക്കാൻ തക്കവണ്ണം ആ മാതാവിനോട് പ്രാർത്ഥിക്കാം. മൂന്നാമത്, പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ തിരുക്കുമാരനിൽ മരിക്കുന്നവർക്ക് സങ്കേതവും മാതൃകയുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. മരണസമയത്തിൽ പിശാചിൻ്റെ കഠിന പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ സഹായിക്കുകയും അപ്പോഴുണ്ടാകുന്ന ഞെരുക്കങ്ങളിൽ ആശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മറിയം
മരിക്കുന്നവരെ നന്മരണത്തിന് സഹായിക്കുന്നു. അത്രയുമല്ല, ഭാഗ്യമരണത്തിന് ആവശ്യമായ ഹൃദയശുദ്ധത, തപപ്രിയം, ലോകദേശം, ദൈവസ്നേഹം മുതലായ പുണ്യങ്ങളിൽ അഭ്യസിക്കുന്നതിന് തന്നെ അവർക്ക് മാതൃകയായി കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളും നിത്യഭാഗ്യത്തിനോ നിത്യനാശത്തിനോ കാരണമായ മരണസമയത്തിൽ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുന്നതിന് ഇപ്പോഴേ ശ്രമിക്കണം. ദൃഷ്ടാന്തം. ഈശോ സഭക്കാരനായ വിശുദ്ധ സ്തനിസ്ലാവോസിന് ദൈവമാതാവിനോട് ചെറുപ്രായം മുതൽക്കേ വളരെ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്നു. മറിയത്തിൻ്റെ അനൂനമായ കന്യാത്വത്തെക്കുറിച്ച് അദ്ദേഹം വിരക്തി എന്ന പുണ്യം എത്രയും സൂക്ഷ്മതയോടെ കാത്തുകൊണ്ടുവന്നു. ആരെങ്കിലും ഈ പരിശുദ്ധ ബാലൻ്റെ മുമ്പാകെ ഒരു ദുഷ്ടവചനം പറയാനിടയായാൽ തൽക്ഷണം ബാലൻ ഭയന്ന് ബോധം കെട്ട് വീഴാതിരിക്കില്ല. അത്ര ശുദ്ധമായ വിധത്തിൽ ജീവിച്ചിരുന്ന ഈ ബാലന് വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കൽ ഒരു വലിയ രോഗം പിടിപെട്ടു. മരിച്ചു പോകുമെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. ആ സമയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണി മിശിഹായോട് കൂടെ പ്രതീക്ഷയായി ദിവ്യ ഉണ്ണിയെ ബാലൻ്റെ കയ്യിൽ കൊടുക്കുകയും ബാലൻ്റെ മനസ്സ് സന്തോഷജലത്തിൽ നിമഗ്നമാക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം സ്വർഗരാജ്ഞി ആ ഭക്തനോട്, എൻ്റെ മകനെ, നീ ഇപ്പോൾ മരിക്കയില്ല. നമ്മുടെ തിരുക്കുമാരന ഈശോയുടെ സഭയിൽ പ്രവേശിച്ച് അതിൽ സർവേശ്വരനെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. അദ്ദേഹം ഈ കാഴ്ച മൂലം അനുഭവിച്ച ആനന്ദത്താൽ അല്പനേരത്തിനിടയിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അനന്തരം ഈശോ സഭയിൽ പ്രവേശിപ്പാൻ വളരെ പ്രയത്നിക്കുകയും അതിൽ ചേർന്ന് എല്ലാ വക സുഹൃതങ്ങളും മഹാജാഗ്രതയോടെ ചെയ്തുകൊണ്ടുവരികയും ചെയ്തു. ദൈവമാതാവിൻ്റെ തിരുനാമം ഇദ്ദേഹം ഉച്ചരിക്കുകയോ ശേഷം പേർ പറയുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോഴൊക്കെയും ഉള്ളിലുണ്ടാകുന്ന സ്നേഹാധിക്യത്താൽ പരവശനാകുമായിരുന്നു. ഈ മഹാത്മാവിൻ്റെ സൽകൃത്യങ്ങൾ കാണുന്നവരെല്ലാം ഇദ്ദേഹം മനുഷ്യനല്ല മാലാഖയാണ് എന്നത്രേ പറഞ്ഞിരുന്നത്. ദിവ്യപ്രകാശമുള്ള ഈ മാണിക്യം കുപ്പ പോലെ ഇരിക്കുന്ന ഈ ലോകത്തിൽ ഇരുന്നുകൂടാ എന്നും അദ്ദേഹം അനുഭവിക്കുന്ന ദൈവസ്നേഹാഗ്നി വഹിപ്പാൻ നശ്വരമായ ശരീരത്തിന് പാടില്ല എന്നും കണ്ട് സർവേശ്വരൻ അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കാൻ തിരുമനസ്സായി. ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ മോക്ഷവാസികളെല്ലാവരും അവിടെ കൊണ്ടാടുന്നു എന്നത് ധ്യാനിച്ച് വിശുദ്ധ സ്തനിസ്ലാവോസും അവരോടുകൂടെ ആ തിരുനാൾ കൊണ്ടാടാൻ പോകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്നു. അതിനായി ആ തിരുനാളിന് മുമ്പിൽ ആ ഭാഗ്യം തനിക്ക് ലഭിക്കണമെന്ന് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ന് മാത്രമല്ല, തിരുനാൾ മോക്ഷത്തിൽ തന്നെ കൊണ്ടാടാൻ താൻ പോകുമെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തിരുന്നു. ആഗ്രഹിച്ചതുപോലെ തിരുനാളിന് മുമ്പ് അദ്ദേഹം 4-5 ദിവസം രോഗിയായി തീരുകയും തിരുനാളിൻ്റെ തലേ ദിവസം അർദ്ധരാത്രി എണ്ണമില്ലാത്ത കന്യകളോടുകൂടെ സ്വർഗരാജ്ഞി അദ്ദേഹത്തിൻ്റെ പക്കൽ എഴുന്നള്ളി സ്വർഗീയ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിറയ്ക്കുകയും മോക്ഷത്തിൽ തൻ്റെ തിരുനാൾ തന്നോടുകൂടെ കൊണ്ടാടുവാൻ വരണമെന്ന് കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തൻ്റെ തൃക്കൈയിൽ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. മരിക്കുമ്പോൾ ഈ വിശുദ്ധന് 18 വയസ്സു മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനികളെ, മക്കളെ, നിങ്ങളും മരണസമയത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ ഭാഗ്യവരണം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ഈ ഭാഗ്യം ലഭിക്കാനായി ഇടവിടാതെ ദൈവമാതാവിൻ്റെ അനുഗ്രഹം അപേക്ഷിച്ചുകൊള്ളുവിൻ. ജപം. എൻ്റെ അൻപുള്ള മാതാവേ, എൻ്റെ അൻപുള്ള മാതാവേ, നീചപാപിയായ എനിക്ക് നന്മരണം വരുമോ ദുർമരണം വരുമോ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഭയപരവശനായിത്തീരുന്നു. എൻ്റെ ദുഷ്കൃത്യം മൂലം പല പ്രാവശ്യം ഞാൻ നരകത്തിന് യോഗ്യനായി എന്നത് പരമാർത്ഥം തന്നെ. മരണസമയത്ത് പിശാച് എന്നെ നശിപ്പിക്കാനും നരകത്തിലേക്ക് വലിക്കാനും എൻ്റെ അമ്മേ അങ്ങ് സമ്മതിക്കരുതേ. അങ്ങയുടെ വിശേഷ സഹായമില്ലെങ്കിൽ നരകശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല. ഞാൻ ചെയ്ത എണ്ണമില്ലാത്ത പാപങ്ങളെപ്പറ്റി മനസ്താപപ്പെട്ട് ഇന്നു മുതൽ ദൈവകൽപ്പനകൾ ശരിയായി നിറവേറ്റുന്നതിനും ദൈവസ്നേഹത്തോടെ മരിക്കുന്നതിനും എൻ്റെ അമ്മേ എന്നെ സഹായിക്കണമേ.
എത്രയും നല്ല മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാരം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർത്തുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദൈവമാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ അടുത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടതന്മേ. ആമേൻ. ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കാമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കാമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായവർ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കർ പ്രഭുക്കൾ തമ്മിൽ സമാധാനപരമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ മയതമാലകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.
സുഹൃത ജപം. ഹാ മറിയമേ, വരപ്രസാദത്തിന്റെ മാതാവേ, കൃപയുടെ സമുദ്രമേ, എന്റെ മരണനേരത്തിൽ എന്നെ കൈവിടരുത്. ഹാ മറിയമേ, വരപ്രസാദത്തിന്റെ മാതാവേ, കൃപയുടെ സമുദ്രമേ, എന്റെ മരണനേരത്തിൽ എന്നെ കൈവിടരുത്. ഹാ മറിയമേ, വരപ്രസാദത്തിന്റെ മാതാവേ, കൃപയുടെ സമുദ്രമേ, എന്റെ മരണനേരത്തിൽ എന്നെ കൈവിടരുത്. സൽക്രിയ. ഈശോമിശിഹായുടെ തിരുഹൃദയം മനുഷ്യരോട് പ്രദർശിപ്പിച്ച അളവില്ലാത്ത സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കണം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന സദയം കേൾക്കണമേ. ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമരോത്ഭവയ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോഹിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ. പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ
ആവേ